പുഷ്പ രാവിലെ 4 മണിക്ക് പോയി കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം നമ്മൾ ഉമ്മിക്കിരിയിട്ടാണ് ഇന്ന് പല്ലിയേപ്പ് കഴിഞ്ഞത്. ഓക്കെ, പറയുന്നതിന് മുമ്പ് എൻ്റെ മച്ച പടം കുറച്ച് ഭാഗങ്ങൾ എടുത്ത് മാറ്റി വെച്ചാൽ അത് ഗംഭീരം. സംഭവം എന്ന് വെച്ചാൽ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് മാറ്റി വെച്ചാൽ പടം നൈസാണ്. മാറ്റി വെക്കേണ്ട കുറച്ച് സെൻറ്റിമെൻറ്റ്സ്, അയ്യോ സെൻറ്റിമെൻറ്റ്സ് സഹിക്കാൻ പറ്റൂലേ. അമ്മാതിരി ആക്ടിങ് സീരിയലിനകത്ത് പോലും ഇല്ല കേട്ടോ. നമ്മുടെ മറ്റേ അർച്ചനയോ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, ദീപ്തി, അങ്ങനത്തെ അവർ പോലും ഇങ്ങനെ മെഴുകിയിട്ടില്ല. അമ്മാതിരി മെഴുകലായിരുന്നു മെഴുകിക്കൊണ്ടിരുന്നത്. പിന്നെ ഫഗത് ഒരു രക്ഷയില്ല. അന്യായം എന്ന് വെച്ചാൽ അന്യായം. അല്ലു അർജുനേക്കാളും അടിപൊളിയായിട്ട് ഫഗത് ചെയ്തിട്ടുണ്ട്. മസ്റ്റായിട്ട് ഫഗതിൻ്റെ ഇത് കാണണമെങ്കിൽ നേരെ പോയി ധൈര്യമായിട്ട് പോയി കണ്ടു. പടം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. കുറച്ച് ഭാഗങ്ങൾ എടുത്ത് മാറ്റി വെച്ചാൽ പടം നൈസാണ്, അടിപൊളിയാണ്. ഈ സെൻറ്റിമെൻറ്റ്സ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അവർ ഭയങ്കര എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് അത് കരച്ചിലല്ല, ചിരിയാണ് സത്യത്തിൽ വരുന്നത്. നല്ല അമണ്ടം ചിരി ഇരിക്കുന്നുണ്ട്. നമുക്ക് ഒരുമാതിരി ഏതാണ്ടൊക്കെ പോകും. പിന്നെ വേറൊരു പാട്ട് വന്നിട്ടുണ്ട്. ആ എഴുതിയ കലാകാരൻ അവനാണ് വയലാർ എഴുതുമോ അതുപോലൊക്കെ. ഫാൻ ഷോയ്ക്ക് 200 രൂപ മുടക്കി ടിക്കറ്റ് എടുത്ത എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. പക്ഷേ 3000 രൂപ മുടക്കി ടിക്കറ്റ് അതിന് മണ്ടയ്ക്കുള്ള ആളുകന്മാരുടെ സഹിക്കാൻ പറ്റാതെ. സീരിയസ്ലി അത്രയ്ക്കൊന്നുമില്ല, വലിയതായിട്ടൊന്നുമില്ല. പ്രസൻസ്, അല്ലുവിൻ്റെ പ്രസൻസ് ഒക്കെ നൈസായിട്ടുണ്ട്. കുറേ സീനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും എന്താണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. ആദ്യത്തെ ഇൻട്രോ സീനൊക്കെ ഓറായിരുന്നു. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് കങ്കുവയുടെ ക്ഷീണം, അതായത് ആ ഉറക്ക സീനൊന്നും ഇതിൽ വരത്തില്ല കേട്ടോ. നമുക്ക് ഈ കരച്ചിൽ കണ്ട് ചിരിക്കാനും പാട്ട് കണ്ടിട്ട് നമുക്കൊന്ന് ചിരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഉറക്കം എന്ന് പറയുന്ന സാധനം ആ ഏരിയ കൂടി വരത്തില്ല. എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ കരച്ചിൽ വലിയ എൻ്റർടൈൻമെൻ്റ് ആണ്. നിങ്ങൾക്കും പോകാൻ കേട്ടോ. പടം ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് ധൈര്യമായിട്ട് കയറി കാണാൻ എൻ്റർടൈൻമെൻ്റ് ആണ്. അതുപോലെ തന്നെ എനിക്ക് ഇതുകൊണ്ട് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു വീട്ടുപേര് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു യുവാവ് കാണിച്ച പരാക്രമമാണ് ഈ സിനിമ. ഇത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ശ്രീവള്ളിയെക്കുറിച്ചാണ്. അടുത്തൂടി അല്ലു പോയി കഴിഞ്ഞാൽ അന്നേരം ശ്രീവള്ളിക്ക് ഫീലിങ്സ് വരും. എന്താ ഫീലിങ്സ്, ചമി പോവല്ലേ ചമി. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോടല്ല, ഡയറക്ടറോട്. ആ കാണാതെ പോയ ഞങ്ങളുടെ അല്ലു അർജുനെ 3ാമത്തെ സീസണിലെങ്കിലും കൊണ്ടുവരണം നിങ്ങൾ. അതൊരു അപേക്ഷയാണ് പ്ലീസ്. ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്ന പടങ്ങൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ കണ്ടറിയണം മാർക്കോ നിനക്ക് എന്താ വരുന്നതെന്ന്. അടുത്ത റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ.